ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഓരോ കുട്ടിയുടെയും അവകാശമെന്ന മുദ്രാവാക്യമുയർത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജാഥ നടത്തി. സംസ്ഥാന പ്രസിഡന്റ് ടി.കെ. മീരാഭായി നേതൃത്വം നൽകി. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഓരോ കുട്ടിയുടെയും അവകാശമെന്ന മുദ്രാവാക്യമുയർത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ജാഥയ്ക്കാണ് മല്ലപ്പള്ളിയിൽ സ്വീകരണം നൽകിയത്. സംസ്ഥാന പ്രസിഡന്റ് ടി.കെ. മീരാഭായി ക്യാപ്റ്റനായ ജാഥയ്ക്ക് മല്ലപ്പള്ളിയിൽ വൻ ജനപങ്കാളിത്തത്തോടുകൂടിയ സ്വീകരണം നൽകി. എഴുത്തു പരീക്ഷയുടെയും മിനിമം മാർക്കിന്റെയും അടിസ്ഥാനത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം നിശ്ചയിക്കുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിനെതിരെയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രംഗത്ത് വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസത്തെ ഉയർത്തിക്കാണിക്കുവാനുള്ള ശ്രമങ്ങൾക്കെതിരെയാണ് പരിഷത്ത് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. തുല്യതയിലും സാമൂഹ്യനീതിയിലും ഉറച്ചുനിന്നുകൊണ്ട് ഗുണമേന്മ ഉറപ്പുവരുത്താനുള്ള പഠനങ്ങളും പ്രവർത്തനങ്ങളും ജനപങ്കാളിത്തത്തോട് വികസിപ്പിച്ചെടുക്കാനാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ശ്രമിച്ചു പോരുന്നതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന വ്യാപകമായി സംസ്ഥാന ജാഥ നടത്തിവരുന്നത്. RT Act 2009 നിയമം വരുന്നത്, വിദ്യാഭ്യാസ അവകാശ നിയമം. വിദ്യാഭ്യാസ അവകാശ നിയമം ഒരു വലിയ വിപ്ലവമാണ്. എന്തർത്ഥത്തിലാണ്? അതിന്റെ കൂടെ പറയട്ടെ, വിദ്യാഭ്യാസ അവകാശ നിയമം ഒന്നും സ്വയംഭൂവായി വന്നതല്ല. സീതാറ യെച്ചൂരിയെ പോലെയും വിനോദ് റെയിനെ പോലെ രണ്ടുപേരും നമ്മുടെ കൂട്ടത്തിൽ ഇപ്പം ഇല്ല. അവരെ പോലുള്ള ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകളുടെ വലിയ സമ്മർദ്ദവും വലിയ പങ്കാളിത്തമൊക്കെ അതിന് പുറകിലുണ്ട്. RT Act നിലവിൽ വന്നപ്പോൾ എന്തായിരുന്നു അതിന് വിപ്ലവകരമായ തീരുമാനം? 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള ഒരു കുട്ടിയെയും തോൽപ്പിക്കരുത്. നോ ഡീറ്റൻഷൻ പോളിസി. അതാണ് അതിന്റെ പുറകിലുള്ള രാഷ്ട്രീയം. എന്തുകൊണ്ട് തോൽപ്പിക്കരുത്? നേരത്തെ സ്റ്റാലിൻ മാഷ് പറഞ്ഞു, 3.25 കോടി കുട്ടികൾ വിദ്യാലയത്തിന്റെ പടി കാണാതെ ഇന്ത്യയിൽ പുറത്താണ്. 3.25 കോടി, അത് ഔദ്യോഗിക കണക്കാ. ശരിക്കുള്ള കണക്കെടുത്ത് നോക്കിയാൽ അതിന് എത്രയോ ഇരട്ടി വരും. ഇങ്ങനെ 3.25 കോടി കുട്ടികൾ വിദ്യാലയത്തിനകത്ത് പോലും പ്രവേശിക്കാതിരിക്കുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? മുഴുവൻ കുട്ടികളെയും വിദ്യാലയത്തിൽ എത്തിക്കണം. അധ്യാപക സമൂഹത്തെയും വിദ്യാഭ്യാസ സംവിധാനങ്ങളെയും നവീകരിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യുന്നതിനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ കൈക്കൊള്ളേണ്ടതെന്ന ശക്തമായ നിലപാടും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സ്വീകരിച്ചിട്ടുണ്ട്. മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. വിദ്യാമോൾ ഉദ്ഘാടനം ചെയ്തു. G. സ്റ്റാലിൻ മുഖ്യപ്രഭാഷണം നടത്തി. പള്ളിക്കൂട തിരക്കാറാകുമ്പോൾ എന്നും ചില പത്രങ്ങളിലെല്ലാം എഴുത്തുണ്ടല്ലോ, പള്ളിക്കൂട മോശമാണ്, നമ്മുടെ കാലത്തെഴുത്ത് പോലാന്നൊക്കെയാണ് മുമ്പ് പറഞ്ഞിരുന്നത്. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് വിദ്യാലയങ്ങളിൽ ആകെ വലിയ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് പറ്റി. ഒരുപാട് സമ്പത്ത് വിദ്യാലയ മേഖലകളിൽ മുടക്കി. സ്മാർട്ട് ക്ലാസ് മുറികൾ, ഉന്നത നിലവാരമുള്ള വിദ്യാലയങ്ങൾ, സൗകര്യങ്ങൾ, ഇതെല്ലാം ഉണ്ടായി. അപ്പോ ഇനി പള്ളിക്കൂട മോശമാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പിന്നെന്താ പറയാൻ പറ്റുക? അവിടുന്ന് ഇറങ്ങുന്ന ഒരു മോശമാണെന്ന് പറയാം. മാതൃഭൂമി പത്രത്തിലെ ഭാഷ സംവാദം എന്ന് പറഞ്ഞ് തുടങ്ങിയത് തുടരുകയാണ് ഇപ്പോഴും. നോക്കാം, ആദ്യം അത് പറഞ്ഞത് കാരശ്ശേരി മാഷ എഴുതി തുടങ്ങിയത്. ആ പുള്ളി പറഞ്ഞെന്തോ നിങ്ങൾക്കറിയാമോ? ഞാൻ അദ്ദേഹത്തെ ആ പുള്ളി എന്നൊക്കെ പറയുന്നത് വളരെ ബഹുമാനത്തോടെ പറഞ്ഞിരുന്നു നേരത്തെ. ഇപ്പൊ അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. എന്താ കാര്യം? ഏതോ പള്ളിക്കൂടത്തിലെ ടീച്ചറിനോട് ഹയർ സെക്കൻഡറിയിലെ വിദ്യാർത്ഥി അശ്ലീലം പറഞ്ഞെന്ന്, അതും തോക്കാത്തോണ്ടാണെന്നാ പുള്ളി പറയുന്നത്. ഞാൻ ലക്കം എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഫ്രെയിം ചെയ്ത് വെക്കേണ്ടതാണ്. മേഖലാ പ്രസിഡന്റ് റോയ് പി ചാണ്ടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി രമേശ് ചന്ദ്രൻ, ക്യാമ്പയിൻ സെൽ ചെയർമാൻ ഡോക്ടർ R. വിജയമോഹൻ, സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ജിനോയ് ജോർജ്, മേഖലാ സെക്രട്ടറി P.N. രാജൻ, സംഘാടക സമിതി കൺവീനർ M.V. തോമസ്, റെജി സാമുവൽ, P.P. ഉണ്ണികൃഷ്ണപിള്ള, ഷാൻഡി ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളെ തോൽപ്പിച്ചാൽ വിദ്യാഭ്യാസ നിലവാരം കൂട്ടുമോ എന്ന ചോദ്യമുയർത്തി നടത്തുന്ന ജാഥയ്ക്ക് വൻ സ്വീകരണമാണ് ലഭിക്കുന്നതെന്ന് ക്യാമ്പയിൻ സെൽ ചെയർമാൻ ഡോക്ടർ R. വിജയമോഹൻ പറഞ്ഞു. ഉദ്ദേശ ലക്ഷ്യങ്ങൾ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാനത്തുടനീളം സഞ്ചരിക്കുകയും പൊതുജനങ്ങളുമായി സംവാദത്തിൽ ഏർപ്പെടുകയും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നും അതെങ്ങനെ നേടിയെടുക്കാമെന്നുള്ളത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ് ഒരു ലക്ഷ്യം. രണ്ടാമതായിട്ട്, ഇത്തരം സംവാദങ്ങളിലൂടെ രൂപപ്പെട്ടു വന്ന ഗുണനിലവാരത്തെ പറ്റിയുള്ള സങ്കല്പങ്ങളും ഗുണനിലവാരം ഉയർത്താൻ ഗവൺമെൻറ് കൈക്കൊള്ളേണ്ട നടപടികളെ സംബന്ധിച്ചുമൊക്കെ ഒരു ആശയരൂപീകരണം നടത്തി ആ കാര്യങ്ങൾ നിർദ്ദേശ രൂപത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നൽകുക എന്നുള്ളതാണ് ഏറ്റവും അവസാനം നൽകാൻ പോകുന്നത്. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, കുട്ടികളെ തോൽപ്പിച്ചുകൊണ്ടല്ല വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്താൻ കഴിയും. വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്താൻ ഒരുപാട് നിർദ്ദേശങ്ങൾ പരിഷത്ത് വയ്ക്കുന്നുണ്ട്. അതിൽ ഒന്നാണ്
അധ്യാപക വിദ്യാഭ്യാസം ഉൾപ്പെടെ അധ്യാപകരെ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ തുടങ്ങി ക്ലാസ്സിൽ നടക്കുന്ന പ്രോസസ്സ്, കുട്ടികളെ നന്നായി വിലയിരുത്താനുള്ള അധ്യാപകരുടെ മനോഭാവം, അതുപോലെ മോണിറ്ററിങ്, ഉദ്യോഗസ്ഥരുടെ മോണിറ്ററിങ് കാര്യക്ഷമമായി നടത്തുക, എഴുത്ത് പരീക്ഷയുടെ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക, ക്ലാസ് മുറികളിൽ കൂടുതൽ സജീവത ഉണ്ടാകത്തക്ക രീതിയിൽ എല്ലാ കുട്ടികളെയും പരിഗണിച്ചുകൊണ്ട് ക്ലാസ് മുറിയിലെ പ്രവർത്തനങ്ങൾ നടത്തുക. ഇങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് വെച്ചുകൊണ്ട്